നമസ്കാരം. നമ്മൾ എപ്പോഴും കാണിക്കാൻ ശ്രമിക്കുന്നതാണ് കിച്ചണുകൾ. ഒരു വീടിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് കിച്ചണാണ്. ഇന്ന് അങ്ങനെ കാണിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിപൊളി കിച്ചണാണ്. ഇത് റെനോവേഷൻ ചെയ്തിരിക്കുന്നതാണ്. 28 വർഷം പഴക്കമുള്ള ഒരു കിച്ചൺ അടിച്ചു പൊളിച്ചിട്ട് അതൊന്ന് അടിപൊളിയാക്കി റെനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആരാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ജയശങ്കർ, ഹോമർ കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് സൺറൈസ് ഹോംസ് ആൻഡ് ഇൻറ്റീരിയേഴ്സാണ്. എൻ്റെ സുഹൃത്തായ രജീഷ് ചേട്ടൻ്റെ ഫാമാണ്. അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇതിനകത്ത് റെനോവേഷനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നേരത്തെ ഇവിടെ ഒരു പഴയ കിച്ചണായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഔട്ട്ലുക്കൊന്നും ആയിരുന്നില്ല. 22 വർഷത്തെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ റിസസ്ഡ് ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരുന്ന ഒരു കിച്ചണായിരുന്നു. അതിനെ മാറ്റി പൂർണ്ണമായിട്ടും മോഡുലാറാക്കി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ആദ്യം തന്നെ ഇവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. കൗണ്ടർ ടോപ്പ് വന്നിരിക്കുന്നത് നാനോ വൈറ്റാണ്. നാനോ വൈറ്റ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവും, നമ്മുടെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻജിനീയർഡ് സ്റ്റോണാണ് നാനോ വൈറ്റ്. നാനോ വൈറ്റ് പല ക്വാളിറ്റിയിലും ഒക്കെ ലഭ്യമാണ്. ഇന്ത്യൻ നാനോ വൈറ്റ് എന്നും 4K നാനോ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഒറിജിനൽ G7 സീരീസിൽ വരുന്ന നാനോ വൈറ്റാണ്. നാനോ വൈറ്റിൻ്റെ എഡ്ജുകളെല്ലാം തന്നെ ഗ്രൂവ് ചെയ്തിരിക്കുന്ന കാണാം. അത് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റൊക്കെ 700 രൂപ അടുത്ത് വരുന്നതാണ് നാനോ വൈറ്റ്. കിച്ചൺ സിങ്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കിച്ചൺ സിങ്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു സാധനമുണ്ട്. ഐലൻഡ് കിച്ചണായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അറിയുമായിരിക്കും, ഐലൻഡായിട്ട് ആക്ട് ചെയ്യുന്ന കിച്ചണുകൾ. എപ്പോഴും നമ്മൾ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മോഡൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ഐലൻഡ് കിച്ചൺ. അതിൽ നമ്മുടെ കുക്കിംഗ് ഐലൻഡായിട്ടും വാഷിംഗ് ഐലൻഡായിട്ടും വർക്കിംഗ് ഐലൻഡായിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഇത് വാഷിംഗ് ഐലൻഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ ഡോറുകളും നോക്കിക്കഴിഞ്ഞാൽ ഇത് പാൻലാക്ക് ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ കാണാൻ പറ്റും, ഒരു വൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറിൽ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ പ്രൊഫൈൽ ഹാൻഡിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ G പ്രൊഫൈലാണ് ചെയ്തിരിക്കുന്നത്. പല പ്രൊഫൈൽസ് അവൈലബിൾ ആണ്. G ഉണ്ട്, C ഉണ്ട്, ഗോലാബ് പ്രൊഫൈൽ, അങ്ങനെ പലതരം പ്രൊഫൈൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് G പ്രൊഫൈലാണ്. ഇതിൻ്റെ ഡോറിൻ്റെ എഡ്ജിൽ നോക്കിക്കഴിഞ്ഞാൽ എഡ്ജ് ബാൻഡ് അടിച്ച് ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ മൾട്ടിവുഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ പലരും പെയിൻ്റൊക്കെ ചെയ്യാറുണ്ട്, കൂടാതെ ലാമിനേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ്, അതുപോലെ തന്നെ എഡ്ജ് ബാൻഡ് പ്ലസ് ഇതിപ്പോൾ നോർമലി സോഫ്റ്റ് ക്ലോസ് ആയിട്ടല്ല, നോർമലി ഉള്ള ഓട്ടോ ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊരു സ്റ്റോറേജ് യൂണിറ്റ് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടതൊന്നും തന്നെ വന്നിട്ടില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കിച്ചൺ ആയിരുന്നെങ്കിലും ഇവിടെ ചെയ്തിരിക്കുന്നത് മോഡുലാറായിട്ട് തന്നെയാണ്. ഇതിനൊരു വർക്കിംഗ് കിച്ചൺ കൂടെ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോഴത്തേക്കും മോഡുലാറല്ല, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലാസ് അതുപോലെ നിലനിർത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വയേർഡ് യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് മുന്നേ നമ്മൾ ഓരോ ഏരിയയും എന്തൊക്കെയാണോ നമുക്കൊരു കിച്ചണിൽ വേണ്ടത് ആ ഏരിയ പ്ലൈ ട്രാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഏരിയയും കൃത്യമായിട്ട് ചെയ്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ഈ ഒരു ഏരിയയും ഇങ്ങനെ പോയിരിക്കുന്നത് കാണാം. ഇത് ഐലൻഡ് കിച്ചൺ എന്നുള്ള രീതിക്ക് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ടോപ്പ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഫിനിഷ് വളരെ ഗ്ലോസി ഫിനിഷിൽ നമ്മൾ പലതരം പ്രോഡക്റ്റുകൾ ചെയ്തെടുക്കാറുണ്ട്. അതിൽ തന്നെ ലാമിനേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മൈക്കാസിൻ്റെ പല PVC മൈക്കാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും ഗ്ലോസി ഫിനിഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള ഫിനിഷാണ് ശരിക്കും നമ്മുടെ പാൻലാക്ക് ഗ്ലാസ്സിലോട്ട് വരുമ്പോഴേക്കും. ഇങ്ങനൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാൻ സാധിക്കും. അതിൽ GT-PT അങ്ങനെയുള്ള പല സംഗതികൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ അതൊന്നും പ്രത്യേകം ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു കുക്കിംഗ് ഏരിയയിലേക്ക് വരാം. കുക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഒരു കിച്ചൺ ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിൽ കാണുന്നത് ഇത് ഇവരുടെ വർക്ക് ഏരിയയാണ്. ആ ഒരു ഗ്രാനൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ അത് ഓപ്പൺ ആക്കി എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊരു റിസസ്ഡ് ആയിട്ടുള്ള ഏരിയ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ആ ഏരിയ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ കൊണ്ടുപോയിരിക്കുന്നു. ഇവിടെയും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെയുള്ള പാൻലാക്ക് ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ആ ഒരു ബീഡിങ്ങോട് കൂടി, അതായത് ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ടും ടെർമൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ള ഒരു ഏരിയയാണ്.
വെള്ളം പ്രശ്നമുള്ള ടെർമൈറ്റ് ഇഷ്യൂ ഉള്ള ഏരിയാസിലൊക്കെ പൊതുവേ നമ്മൾ ചെയ്യുന്നതാണ് ഇതുപോലുള്ള മൾട്ടിവുഡുകൾ. അതാകുമ്പോൾ വാട്ടർ പ്രശ്നമില്ല, അതുപോലെ തന്നെ ടെർമൈറ്റ് അറ്റാക്കും ഉണ്ടാവില്ല. നമ്മൾ ടെർമൈറ്റിന് എന്തൊക്കെ മരുന്ന് ചെയ്തു എന്ന് പറഞ്ഞാലും നാളെ ദിവസത്തിൽ ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. അതുപോലെ സ്റ്റോറേജ് ഏരിയ, ഇത് കുക്കിംഗ് ഏരിയ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് സ്റ്റോറേജ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രോജക്റ്റിൽ നമ്മൾ സാധാരണ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റീരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കബോർഡുകൾ, അതുപോലെ തന്നെ ആ ഒരു ക്യൂബിക്കിളുകൾ, അത് മാത്രമല്ല ഈ വരുന്ന ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കൗണ്ടർ ടോപ്പ്, അതുപോലെ ഈ ഒരു ഹുഡ് ആൻഡ് ഹോബ്, താഴെ വരുന്ന ടൈല്, ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊക്കെ അവർ അതിന് ശേഷം കൊണ്ടുവന്ന് പുതിയ ടൈലുകൾ ചെയ്ത് ആ ടൈല് വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പുതിയ കിച്ചണാണ്. ഇതിൻ്റെ റീവർക്കിംഗ് നോക്കുമ്പോഴത്തേക്ക്, റെനോവേഷൻ നോക്കുമ്പോൾ പലപ്പോഴും പഴയത് നമ്മൾ പുതിയതാക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല അതിന് വരിക. പിന്നെ മാത്രമല്ല ഉദ്ദേശിക്കുന്ന ഭംഗി അതിന് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു ആർക്കി ഡ്രൈവ് പോലെ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ആ ആർക്കി ഡ്രൈവ് തൊട്ട് ഈ താഴെ കാണുന്ന ടൈലിൻ്റെ അതേ കളർ പാലറ്റിൽ കളർ കോമ്പിനേഷന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ പലപ്പോഴും കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ടാണ് അതിൻ്റെ വോളിൽ വരുന്ന ടൈലുകൾ. ഇവിടെ ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലാണ്. പഴയ നമ്മുടെ ഒരു മൊസൈക്ക് കളറില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ടൈപ്പ് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ ഇവിടെ ആകമാനം പോയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറയാതെ വിട്ടുപോയൊരു സംഗതിയുണ്ട്, ഈ ലൈറ്റുകൾ താഴെയൊക്കെ ആ ലൈറ്റുകൾ അങ്ങനെ പോയിട്ടുണ്ട്. അത് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ലൈറ്റുകൾ ചെയ്തും ചെയ്യാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു കസ്റ്റമറുടെ താല്പര്യം പോലെയും ഇഷ്ടം പോലെയും ഒക്കെയാണ്. ഈ ആർക്കി ഡ്രൈവുകൾ അതേ കോമ്പിനേഷനിൽ നമ്മൾ ഇവിടെയും ഒക്കെ പോയിട്ടുണ്ട്. ഈ ഏരിയ പൂർണ്ണമായിട്ടും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നേരത്തെ ഒരു ഫയർവുഡ് കിച്ചൺ ഉണ്ടായിരുന്നു, അത് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ താഴെ എല്ലാം സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ നേരത്തെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് കാരണമാണ് ഈ ഒരു സൈസ്. ഇവിടെ സ്ലാബ് വിരിച്ചിട്ടുണ്ട്, ആ സ്ലാബിൻ്റെ വലിപ്പം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വലിപ്പത്തിൽ അത്രയും ഹൈറ്റിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ എന്നത്. ഇനി ഇതൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബീമാണ്. അതിലോട്ടാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ആർക്കി ഡ്രൈവ് പോലെയുള്ള ഡിസൈനിൽ, താഴത്തെ ടൈലിൻ്റെ ഡിസൈനിൽ അതിനോട് സമാനമായിട്ടുള്ള ഡിസൈനുകൾ ടൈല് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത ഒരു വാഷിംഗ് ഏരിയ, അതായത് വർക്കിംഗ് കിച്ചൺ പോലെ. വർക്കിംഗ് കിച്ചൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വാഷിംഗ് ഏരിയയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ടുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു. അവിടെ നമ്മൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴ്വശത്തായിട്ടും നമുക്ക് സ്റ്റോറേജ് യൂണിറ്റുകൾ പോയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് ഏത് സൈസിലാണോ വേണ്ടത് അത്രയും ഹൈറ്റ് മാത്രമേ ഇവിടെയും വന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെയും താഴെ കൂടെ നമ്മുടെ ലൈറ്റുകൾ പോയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതിനും നമുക്ക് ടോപ്പ് ലോഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചെയ്തിരിക്കുന്നത് നമ്മുടെ മൾട്ടിവുഡിൽ തന്നെയാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് സീലിംഗ്. പലപ്പോഴും നമ്മൾ കിച്ചണുകൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ എന്ത് സീലിംഗാണ് സാറിന് കൊടുക്കുക എന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ജിപ്സമാണ്. ജിപ്സത്തിൻ്റെ ഒരു സ്റ്റെപ്പ് കട്ട് പോലുള്ള സീലിംഗ് കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ സീലിംഗ് ലൈറ്റുകൾ നോക്കി കഴിഞ്ഞാൽ നോർമലിയുള്ള ന്യൂട്രൽ ലൈറ്റുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും വാം ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭംഗി ഫീൽ ചെയ്യാനായിട്ടും ആ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് നമുക്കിവിടെ ഹാങ്ങിങ് ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊക്കെ വളരെ നിസ്സാര റേറ്റേ വരത്തുള്ളൂ വാങ്ങിക്കുമ്പോഴത്തേക്കും. ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കിച്ചൺ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. ഇപ്പോൾ ഇതിനകത്ത് റെനോവേഷൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. പുതിയൊരു കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കാളുള്ള റേറ്റ് കൂടുതൽ വരും റെനോവേഷൻ ചെയ്യുമ്പോഴത്തേക്കും. കാര്യം പല ഡിമോളിഷിങ്ങുകൾ വേണ്ടി വരും. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വ്യത്യാസം വേണ്ടി വരും. പിന്നെ അതുപോലെ നമുക്ക് ആ ഏരിയ യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഉള്ള മാറ്റങ്ങൾ, അതിൻ്റെ റേറ്റുകളൊക്കെ ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഏകദേശം പഴയൊരു കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിച്ചണാണ്. ഇത് പൂർണ്ണമായിട്ടും തീർന്നിരിക്കുന്ന 3 ലക്ഷം രൂപയ്ക്കാണ്. അതിൽ 3 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കിച്ചൺ ചെയ്യുമ്പോൾ ഉൾപ്പെടാത്ത ചില സാധനങ്ങളുണ്ട്. അത് ഇതിൻ്റെ ടൈലാണ്. ടൈലൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ കൗണ്ടർ ടോപ്പ്, പിന്നെ അതുപോലെ ഹുഡ് ആൻഡ് ഹോബ്, ഇതൊക്കെ വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെയും കൺസ്ട്രക്ഷൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ്. അതെല്ലാം ഉൾപ്പെടെയാണ് ഇത് ഫോൾ സീലിംഗ്. ഞാൻ പറഞ്ഞിരുന്നു, ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് രജിഷ് ചേട്ടൻ്റെ, അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തെ കൂടെ കൂട്ടത്തിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം. അവരുടെ സർവീസും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ രജീഷാണ്. അപ്പോൾ രജീഷേട്ടാ നമസ്കാരം. ഞാനിന്ന് ക്യാമറയ്ക്ക് പിന്നിലാണ്. അപ്പോൾ രജീഷേട്ടാ, നമ്മളിതിപ്പോഴേ
ഒരു കിച്ചൺ റെനോവേഷനാണ്. നിങ്ങൾ റെനോവേഷൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ കാണിച്ചതെങ്കിലും വർക്കുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ സൺറൈസ് ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. നമ്മൾ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും, അതായത് പുതിയ ബിൽഡിംഗ് പണിയുന്നതും അതുപോലെ തന്നെ റിനോവേഷൻ വർക്കുകൾ, ഇന്റീരിയർ വർക്കുകൾ സെപ്പറേറ്റ്, അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെയ്യാൻ വെക്കുന്ന എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീടിൻ്റെ ഇന്റീരിയർ, അതായത് നമ്മുടെ കിച്ചൺ മാത്രം റിനോവേറ്റ് ചെയ്തുകൊണ്ട് ഏകദേശം 28 വർഷം പഴക്കമുള്ള ഒരു കിച്ചൺ ആയിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യം ഇതൊന്ന് മാറ്റിയിട്ട് സ്ഥലപരിമിതികളുണ്ടായിരുന്നു ഇവിടെ. സ്ഥലപരിമിതികളെല്ലാം മാറ്റി ഒരു പുതിയ കിച്ചൺ, മോഡുലർ കിച്ചൺ ആക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുന്നിലേക്ക് തന്ന ഒരു ആവശ്യം. ഏകദേശം ഭംഗിയായി തന്നെ തീർത്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ക്ലയൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാട്ടെ? ഇത് വള്ളംകുളത്താണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. ഇത് മോഹൻലാൽ സാറിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ രാഹുൽ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. രാഹുലാണ് എന്നെ ഈ ഒരു ആവശ്യത്തിനായിട്ട് വന്ന് കാണാൻ പറഞ്ഞത്. രാഹുലിൻ്റെ ഐഡിയ ഇതിനകത്തുണ്ട്. അവരുടെ ഐഡിയ എന്താണോ പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഐഡിയയും കൂടെ ചേർത്തുകൊണ്ടൊരു രീതിയിലാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യും? ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയത്താണ്, ചങ്ങനാശ്ശേരിക്ക് അടുത്ത്, തിരുവല്ലയ്ക്ക് അടുത്ത്, വള്ളംകുളം. ഞങ്ങളുടെ ഓഫീസ് കോട്ടയത്താണ്. എന്നാൽ തന്നെ കോട്ടയം ജില്ല മാത്രമല്ല, നമ്മൾ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൊക്കെ നമ്മുടെ വർക്കുകൾ ഇപ്പം നടന്നു വരുന്നുണ്ട് നിലവിൽ. അത് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇന്റീരിയർ വർക്ക് നമുക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരു വർക്ക് തുടങ്ങാൻ പോകുന്നത് ചെന്നൈയിലാണ്. അത് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മളിവിടെ നാട്ടിൽ ചെയ്തൊരു വർക്ക് അവർ തന്നെ ചെന്നൈയിൽ പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കും നമ്മളിപ്പോൾ ഉടനെ ഈ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് വെളിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെ പറയാം, ടേൺകീ പ്രൊജക്റ്റ് ആയിട്ട് കൊടുക്കും, കൂടാതെ ഇന്റീരിയർ ആയിട്ട് തനിയെ ചെയ്ത് കൊടുക്കും. ഇനി അതല്ല റിനോവേഷൻ വർക്കുകൾ, ഞങ്ങൾ റിനോവേഷൻ വർക്കുകൾ ഇപ്പം തന്നെ നമുക്കൊരു 4 വർക്ക് ഓൾറെഡി നടക്കുന്നുണ്ട്. ഈ ഇപ്പം നമ്മൾ ഈ പറയുന്ന ചെയ്ത ഈ വീടിൻ്റെ തന്നെ റിനോവേഷൻ വർക്കുകൾ നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. ഇപ്പം നമ്മൾ ഈ അടുക്കള മാത്രമാണ് ചെയ്തെങ്കിലും ഈ വീട് നമ്മൾ റിനോവേറ്റ് ചെയ്ത് പുതിയ ഡിസൈനിലൊക്കെ നമ്മൾ വീടിൻ്റെ മുഖച്ചായ മുഴുവൻ മാറി കൊടുക്കും ചുരുങ്ങിയ ചെലവിൽ. ഈ വർക്കിൻ്റെ ആണെങ്കിൽ പോലും രാഹുൽ എൻ്റെ അടുത്തൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സ് ടീമുണ്ട്, ഡിസൈൻ ടീമുകളുണ്ട്. അവരെ ഇവിടെ എത്തിക്കുകയും അവരാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എത്ര രൂപയാണ് കോസ്റ്റ് ആകുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റാണ് വരുന്നത്, എസ്റ്റിമേഷനും ഡിസൈനും എല്ലാം നമ്മുടെ എഞ്ചിനീയേഴ്സ് ടീമുകൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കും എല്ലാ സൈഡിലും അവരായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാം പ്രൊഫഷണൽ ആൾക്കാരാണ് നമ്മുടെ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. അതിൻ്റെ ഒരു ഭംഗിയാണ് ഈ വീടിന് ഇപ്പം കാണാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതാദ്യം കാണുമ്പോൾ ഇങ്ങനെയായിരുന്നു, സ്ഥലം വളരെ ഇടുങ്ങിയൊരു സ്ഥലമായിരുന്നു. അത് നമ്മൾ ഈ രീതിയിലേക്ക് ആക്കിയെടുത്തതാണ്. അതായത് ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോസ് നമുക്ക് ഓവർലേ ചെയ്യാം. തീർച്ചയായിട്ടും ഫോട്ടോസ് ചെയ്യാൻ നമ്മളുണ്ട്. അതെ, അജഗജാന്തരമാണ്. തീർച്ചയായിട്ടും പഴയ വീടും പഴയ ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. രജിഷേട്ടാ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യണം. തീർച്ചയായിട്ടും ഫുൾ വീട് തന്നെയായി. തീർച്ചയായിട്ടും നമ്മളിപ്പം ഓൾറെഡി നമുക്കിപ്പോൾ 7 പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഡിസ്ട്രിക്റ്റിലായിട്ട് 7 പ്രോജക്റ്റ് നിലവിൽ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ അതിനകത്ത് 4 റിനോവേഷൻ പ്രോജക്റ്റുകൾ തന്നെയാണ്. പുതിയ 3 വീടുകൾ നടക്കുന്നു. ഈ മാസം ഒരു 3 പ്രോജക്റ്റുകൂടെ സ്റ്റാർട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രജിഷേട്ടാ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നതിന്, ഈ ഒരു പ്രൊജക്റ്റ് തന്നതിന് താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നന്ദി. നമസ്കാരം. എപ്പോഴും ഏതൊരു പ്രൊജക്റ്റ് കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പൂർണ്ണത വരിക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏകദേശം പൂർണ്ണമായി എന്ന് തന്നെയാണ് വിശ്വാസം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യയിൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്കും ഷെയർ ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യയിൽ.